ഹലോ എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദേവസ്വം ബോർഡ് LD ക്ലർക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഗുരുകുലം എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്ഷേത്രമുറ്റം, ക്ഷേത്ര കലാവിദ്യാലയം, തന്ത്രി പഠന കേന്ദ്രം, ക്ഷേത്ര ആചാര വിദ്യാ പഠനശാല. ഉത്തരം: ക്ഷേത്ര ആചാര വിദ്യാ പഠനശാല. കേരള ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതാണ്? ദ്രാവിഡൻ, നഗര ശൈലി, കേരള ശൈലി, ഖജുരാഹോ ശൈലി. ഉത്തരം: കേരള ശൈലിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? മഹോത്സവം, ഉത്സവബലി, ഏകാദശി, മീനഭരണി. ഏകാദശിയാണ് ഉത്തരം. തിരുവത്രാഘോഷം നടത്തുന്ന പ്രധാന ക്ഷേത്രം ഏതാണ്? ഇടപ്പള്ളി, ആറാട്ടുപുഴ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ചിറപ്പള്ളി. ഉത്തരം: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, മുള്ളപ്പള്ളി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്ര വാസ്തുവിദ്യയെക്കുറിച്ചുള്ള മുഖ്യ ഗ്രന്ഥം ഏതാണ്? തന്ത്രസമുച്ചയം, വാസ്തുശാസ്ത്രം, ആയുർവേദം, നാഡീശാസ്ത്രം. തന്ത്രസമുച്ചയമാണ് ഉത്തരം. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കുള്ള പ്രാരംഭ രൂപം ഏതാണ്? നാൽക്കേണി, ക്ഷേത്രവിമാനം, ഭാഗവത സങ്കീർത്തനം, കോട്ട. ക്ഷേത്രവിമാനമാണ് ഉത്തരം. കേരള ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന പ്രധാന സംഗീത രൂപം ഏതാണ്? ചുടുവിൽ, പഞ്ചവാദ്യം, ധൂമനദനം, നാടകവേദി. ഉത്തരം: പഞ്ചവാദ്യമാണ്. തന്ത്രി എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? ക്ഷേത്ര ഭാരവാഹി, ക്ഷേത്ര പൂജാരി, ക്ഷേത്രം സംരക്ഷിക്കുന്ന ശാസ്ത്രജ്ഞൻ, ആചാരങ്ങൾ നിർണ്ണയിക്കുന്ന വൈദികൻ. ഉത്തരം: ആചാരങ്ങൾ നിർണ്ണയിക്കുന്ന വൈദികൻ. കേരളത്തിലെ പ്രധാന ക്ഷേത്ര സംഗീതകാരൻ ആരാണ്? കൃഷ്ണൻകുട്ടി ഭാഗവതർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, സ്വാതി തിരുനാൾ, ഡെക്കാൻ രവി. ഉത്തരം: സ്വാതി തിരുനാളാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.